ഓണപ്പരീക്ഷ കഴിഞ്ഞ് നടന്ന പാരൻസ് മീറ്റിംഗ്. ആ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയ നിങ്ങളിൽ പലരും രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതുകൊണ്ടാണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് അടുത്ത പരീക്ഷയിൽ ഞാൻ അടിപൊളി മാർക്ക് വാങ്ങും എന്നൊരു മോഹന വാഗ്ദാനം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. എന്താണ് നിലവിലെ അവസ്ഥ? ആ വാഗ്ദാനം നിറവേറ്റാൻ തക്ക രീതിയിലുള്ള പഠനം നമ്മൾ നടത്തുന്നുണ്ടോ? പരീക്ഷ കഴിഞ്ഞ അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ചകളിൽ നന്നായി പോയിരുന്ന പഠനം വീണ്ടും അധോഗതിയിലായിരിക്കുകയാണ്. സോ ക്രിസ്മസ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങണം. എന്തിനാ ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങുന്നത്? ഇനി അങ്ങോട്ടേക്ക് ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെയും റിവിഷൻ ക്ലാസ്സുകൾ നടക്കും. ആ റിവിഷൻ ക്ലാസ്സുകളിലേക്ക് വേണ്ട ബാച്ചുകൾ ഡിവൈഡ് ചെയ്യുന്നത് മിക്ക സ്കൂളുകളിലും ഈ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ രക്ഷിതാക്കൾക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റണം. നമ്മുടെ സ്കൂളുകളിലെ ഏറ്റവും നല്ല ബാച്ചുകളിലേക്ക് നമുക്ക് എത്തിപ്പെടണം. അതിന് വേണ്ടിയിട്ട് എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് പ്രീ ബൂസ്റ്റർ ബാച്ച്. സോ നിങ്ങൾക്ക് എന്താണ് പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെ ലഭിക്കാൻ പോകുന്നത്? ഒക്ടോബറിൽ തുടങ്ങിയിട്ട് നവംബർ 30 കൂടിയിട്ട്, അഥവാ ക്രിസ്മസ് എക്സാമിന് 10 ദിവസം മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഓണം എക്സാമിന് ശേഷമുള്ള ക്രിസ്മസ് എക്സാമിലേക്ക് വേണ്ട സകല ചാപ്റ്ററും ഷെഡ്യൂൾഡ് ആയിട്ട് തീർക്കുന്ന, എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് വരെ കൃത്യമായി പറഞ്ഞു തന്ന് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും ആക്സസ്, അഥവാ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്നാൽ ഡിസംബറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസംബറിലല്ലേ നമുക്ക് എക്സാം. ഡിസംബറിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ചാപ്റ്ററുകൾ ബാക്കി ഉണ്ടാകും. ആ ചാപ്റ്ററുകൾ മുഴുവൻ നമ്മൾ ജനുവരി 30 കൂടി ഷെഡ്യൂൾഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ജനുവരി 30 കൂടി കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിന് മുമ്പ് ഒരാൾക്ക് പഠിക്കണോ? പഠിക്കാം. കാരണം ഡിസംബർ 30 കൂടിയിട്ട് തന്നെ എല്ലാ ചാപ്റ്ററുകളും ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും. നേരത്തെ പഠിക്കേണ്ടവർക്ക് നേരത്തെ പഠിക്കാം, അല്ലാത്തവർക്ക് ഷെഡ്യൂൾഡായി ജനുവരി 30 തന്നെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യാം. ആൻഡ് ഫെബ്രുവരി ആൻഡ് മാർച്ചിൽ എക്സാം നടക്കുന്ന ബാക്കി ദിവസങ്ങളിലേക്കുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് റിവിഷനുകളും മോഡൽ എക്സാമുകളും അവൈലബിൾ ആയിരിക്കും. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആപ്പിൽ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെയുള്ള 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പ്ലസ് അതിന് പുറമെ അഡീഷണൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 3 സെറ്റ് ഓഫ് എക്സാമുകൾ, ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമും അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. AI ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ AI സഹായത്തോടു കൂടി എജുപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ക്ലബ്ബുകളിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് നേടാം. 2 ടൈപ്പ് ഓഫ് നോട്ടുകൾ, അഥവാ ടീച്ചറുടെ ക്ലാസ് നോട്ടും അതോടൊപ്പം തന്നെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ ഒരു മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പാരൻസിന് കൊടുത്ത വാഗ്ദാനം നമുക്ക് നിറവേറ്റണം. നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് ടോപ്പർ ആവണം. ഏറ്റവും ടോപ്പ് ബാച്ചുകളിലേക്ക് നമ്മൾ പ്ലേസ്ഡ് ആവണം. അതിന് വേണ്ടിയിട്ട് വി ആർ വെൽക്കമിങ് യു ടു പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങളെ ഞങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഈ കാണുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2299 എന്ന് പറയുന്ന 2299 രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് കറൻ്റ്ലി ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. സോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. എല്ലാവരുടെയും മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കാൻ, നമ്മുടെ സ്കൂളിലെ ഏറ്റവും ടോപ്പ് ബാച്ചിലേക്ക് എത്തിക്കാൻ, അതിനപ്പുറം നമ്മൾ നമ്മുടെ പാരൻസിന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. സോ രജിസ്റ്റർ നൗ.